January exams ആവാനായി and I have a couple of things to share with ഈ ജനുവരി അറ്റംപ്റ്റിൽ CA ഫൗണ്ടേഷൻ ആൻഡ് ഇൻ്റർമീഡിയറ്റ് എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന്. ദിസ് വീഡിയോ ഇസ് പ്യൂർലി ബേസ്ഡ് ഓൺ എനിക്ക് ഇപ്പോൾ കുറച്ചായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ മെസ്സേജിൻ്റെ ബേസിസിൽ കുറച്ച് ഫാക്ടേഴ്സ് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആൻഡ് ബിഫോർ ദാറ്റ് ഫസ്റ്റ് തിങ്, എനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഡൗട്ട്സോ കാര്യങ്ങളോ എനിക്ക് കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. മാക്സിമം ക്യാച്ചപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഫൗണ്ടേഷൻ്റെ ഇൻറ്റൻസീവ് ഒരു മാരത്തോൺ സീരീസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഓഫ്ലൈൻ വിത്ത് ഹൈബ്രിഡ്. അത് ഇന്നലെ കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഈ മെസ്സേജസിലേക്ക് കാര്യങ്ങളിലേക്ക് വരുമായിരിക്കും. അത് മാക്സിമം ഇൻഷാല്ലാ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ ക്ലാസ്സസ് ഏകദേശം രാവിലെ മോർണിംഗ് 9 to നൈറ്റ് 9 o'clock വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുള്ള് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ല. കമ്മിങ് ടു ദ ടോപ്പിക്, കുറേ മെസ്സേജസ് ഉണ്ട്. അതിൽ സ്പെസിഫിക് ആയിട്ട് ഒരു പെർട്ടിക്കുലർ മെസ്സേജ് ഞാനിവിടെ സ്ക്രീനിൽ ഷെയർ ചെയ്യാം. കുട്ടി പറഞ്ഞ കൺസേൺസ് എന്തൊക്കെയാണെന്നുള്ളത്. മെസ്സേജ് കുറച്ച് മുന്നേ വന്നതായിരുന്നു. പിന്നെ റീസെൻ്റ്ലി ഇങ്ങനെ റിമൈൻഡർ മെസ്സേജും കോൾസും വന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ അതിൽ പറയണത് ഇനിയിപ്പോൾ 1.5 മാസമേ ബാക്കിയുള്ളൂ, ഞാൻ കുറച്ച് കൺഫ്യൂഷനിലാണ്, കുറേ പഠിച്ച് തീർക്കാനുണ്ട്, ഫ്രണ്ട്സ് പലരും ബ്രേക്ക് എടുക്കാതെ കണ്ടിന്യൂസ് പഠിക്കുന്നുണ്ട്. ഓക്കെ, കുറേ ടോപ്പിക്സ് പറയുന്നുണ്ട് കേട്ടോ. ഐ എം ഗോയിങ് ടു ബ്രേക്ക് ഇറ്റ് 1 by 1, ഓരോ ഏരിയസായിട്ട് അഡ്രസ്സ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, നിങ്ങളെ ഫ്രണ്ട്സ് കുറേ പേര് കുറേ കണ്ടിന്യൂസ് ആയിട്ട് ബ്രേക്ക് എടുക്കാതെ പഠിച്ചു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ മെസ്സേജ് പ്രകാരം 1.5 മാസം, ഇനിയിപ്പോൾ മേ ബി എക്സാമിന് 1 മാസമേ ബാക്കി ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ അവരുമായിട്ട് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുമോ? ദിസ് ഇസ് നോട്ട് എ റേസ്. നിങ്ങളെ ഫ്രണ്ട്സ് കുറേ മുന്നോട്ട് എത്തിക്കഴിഞ്ഞു, നിങ്ങൾ അവരായിട്ട് ക്യാച്ചപ്പ് ചെയ്യുക. ICA നിങ്ങളെ ആൻസർ ഷീറ്റ് കറക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളതും നിങ്ങളെ ഫ്രണ്ടിൻ്റെയും ആൻസർ സൈഡ് ബൈ സൈഡ് വെച്ചിട്ട് നിങ്ങളെ ഫ്രണ്ടിൻ്റെ ആൻസർ ഷീറ്റ് ഒരു ബെഞ്ച് മാർക്കായിട്ട് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ അവരത്ര പെർഫോമൻസ് ഇല്ല, അതുകൊണ്ട് നിങ്ങളെ നമ്മൾ പാസ്സാക്കൂല, അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഇല്ല. ICA എങ്ങനെ ആൻസർ എഴുതണം എന്നുള്ള ക്ലിയർ ഗൈഡ് ലൈൻസ് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യണം എന്ന് ഞാൻ തന്നെ പല വീഡിയോസിലും പല പാസ്സായ സ്റ്റുഡൻസിൻ്റെ സക്സസ് സ്റ്റോറീസിലും കാര്യങ്ങളിലും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ICA തന്നെ കുറേ പോയിന്റ്സ് പറയുന്നുണ്ട്. അവർ പറഞ്ഞ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാൻ നോക്കുക, അവർ പറഞ്ഞ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യാൻ നോക്കുക. It might even be possible you might end up scoring more than your friend. Or even if നിങ്ങളെ ഫ്രണ്ട്സ് നിങ്ങളെക്കാൾ സ്കോർ ചെയ്തു, വാട്ട് മാറ്റേഴ്സ് ഓവർ ഹിയർ ഇസ് മാർക്സ് എത്ര കിട്ടി എന്നുള്ളതല്ല നിങ്ങൾക്ക് നിങ്ങളെ ഫ്രണ്ടിന്. വാട്ട് മാറ്റേഴ്സ് ഓവർ ഹിയർ ഇസ് നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റുമോ എന്നുള്ളതാണ്. ആൻഡ് അതിന് ഏറ്റവും ബേസിക്കായിട്ട് ഏറ്റവും ഫസ്റ്റ് തിങ് നമുക്ക് വേണ്ടത് കമ്പാരിസൺ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. കമ്പാരിസൺ നമുക്ക് പ്രത്യേകിച്ച് നിങ്ങളെ എവിടെയും എത്തിക്കാൻ പോകുന്നില്ല. ദാറ്റ് ഇസ് വൺ ആസ്പെക്ട്. സെക്കൻഡ് തിങ്, ടീച്ചേഴ്സ് ചിലർ പറയുന്നത് ഉറക്കം കളയരുത് എന്ന്, ചിലർ പറയും ഇപ്പോൾ ഉറക്കം കളഞ്ഞാലും കുഴപ്പമില്ല, എക്സാം ആകുമ്പോഴേക്കും ശരിക്കും ഉറങ്ങിയാൽ മതി എന്നുള്ളത്. ഓക്കെ. അപ്പോൾ കൺഫ്യൂഷൻ്റെ ബേസിലെ മെസ്സേജാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പക്ഷേ എനിക്ക് അങ്ങനെ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ പൊതുവേ പറയാറുള്ളത്, നിങ്ങൾ 6 hours കണ്ടിന്യൂസ് ഒരു ബ്രേക്ക് വന്നിട്ട് എന്ന രീതിയിലല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളൊക്കെ സാധാരണ എനിക്കിപ്പോൾ സുബൈക്ക് എണീക്കണം നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മേ ബി കുറേ ലേറ്റായിട്ട് ഉറങ്ങിയിട്ട് ഒരു 4 മണിക്കൂർ ഉറങ്ങി, പിന്നെ സുബൈ നിസ്കരിച്ച് വീണ്ടും 2 മണിക്കൂർ, അങ്ങനെ ആ രീതിയിലല്ല ഞാൻ പറയുന്നത്. കണ്ടിന്യൂസ് 6 hours സ്ലീപ്പ് എടുക്കണം എന്നുള്ളത് ഞാൻ പൊതുവേ പറയാറ്. ആൻഡ് എക്സാമിൻ്റെ ടൈമിൽ അത് ഞാൻ കൂട്ടാറുണ്ടായിരുന്നു, 7 hours ആക്കാറുണ്ടായിരുന്നു. ഇത് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാനും ഇപ്പോൾ പലപ്പോഴും എനിക്ക് ചില വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ ചിലപ്പോൾ സ്ലീപ്പ് സാക്രിഫൈസ് ചെയ്യാറുണ്ട്. ചില സമയങ്ങളിൽ ചിലപ്പോൾ 3 മണിക്കൂറേ ഉറങ്ങാറുള്ളൂ കണ്ടിന്യൂസ് കുറേ ദിവസം. എന്നിട്ട് പിന്നെ വർക്ക് കാര്യങ്ങളെല്ലാം അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിന്യൂസ് അത്യാവശ്യം നല്ല സഫീഷ്യൻറ്റ് സ്ലീപ്പ് എടുക്കാറുണ്ട്. സോ ഏതാണ് കറക്റ്റ് ഏതാണ് റോങ്? വെൻ നിങ്ങളെ ടീച്ചേഴ്സ് തന്നെ ഒരു സെറ്റ് സ്ലീപ്പ് കോംപ്രമൈസ് ചെയ്യരുതെന്ന് പറഞ്ഞ് വേറെ സെറ്റ് കോംപ്രമൈസ് ചെയ്യാം, ലാസ്റ്റ് ആകുമ്പോൾ ഉറങ്ങിയാൽ മതി എന്ന് പറയുമ്പോൾ ദാറ്റ് ഷോസ് ദാറ്റ് ഡബിൾ ഒപ്പീനിയൻ ഉണ്ട്, രണ്ടും വർക്ക് ചെയ്ത ആൾക്കാരും ഉണ്ട്. ഐ വുഡ് ഓൾവേസ് സേ നല്ലോണം ഉറങ്ങണം എന്നുള്ളത് തന്നെയാണ്. ബട്ട് അഗെയിൻ ദിസ് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. നിങ്ങളിപ്പോൾ ഈ റേസ് ചെയ്ത കൺസേണിനുള്ള സൊല്യൂഷൻ നിങ്ങൾ തന്നെ അതിന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് നടക്കും തോന്നുന്നില്ല. ഇഫ് നിങ്ങൾക്കത് നടക്കും തോന്നുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഡോണ്ട് ഗോ ഫോർ ദാറ്റ്. സ്ലീപ്പ് സാക്രിഫൈസ് ചെയ്ത സംഭവം വേണ്ട. നിങ്ങൾ എണീറ്റിരിക്കുന്ന ടൈം കംപ്ലീറ്റ്ലി സ്റ്റഡീസിൽ 100% എഫിഷ്യൻസി ഇടാൻ പറ്റുന്നുണ്ട് എന്ന് ട്രൈ ചെയ്യുക. അതിന് ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യുക, ഫോൺ സൈലൻ്റ് ആക്കുക, വൈബ്രേഷൻ മോഡ് ഓഫ് ആക്കുക, മാറ്റി വെക്കുക, കംപ്ലീറ്റ്ലി മാറ്റി വെക്കുക, മുന്നിൽ മാറ്റി വെക്കുക. ഓർ നിങ്ങൾക്ക് നാട്ടിലെ ചുറ്റുപാട് വെച്ചിട്ട് കുറേ വർക്ക് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് പഠിത്തത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, മേ ബി വീട് വിട്ടിട്ട് വല്ല ഹോസ്റ്റലിൽ പോയിട്ടോ അല്ലെങ്കിൽ ലൈബ്രറി പോയിട്ടിരുന്ന് പഠിക്കുന്ന സിറ്റുവേഷൻ നോക്കുക. ആ സമയത്ത് ഡിസ്ട്രാക്ഷൻസ് കംപ്ലീറ്റ്ലി മാറ്റി വെക്കുക. സ്ലീപ്പിൻ്റെ ടൈം ഇതിലേക്ക് എഫക്റ്റഡ് ആക്കാൻ കൊണ്ടുവരണ്ട. എനിക്ക് അവരെ പോലെ പഠിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ചെയ്യാം. ദാറ്റ് ഇസ് അഗെയിൻ കമ്പാരിസൻ്റെ പോയിൻ്റാണ് പറഞ്ഞു കൊടുക്കുന്നത്. കമ്പാരിസൺ ഒഴിവാക്കണം, സെൽഫ് സ്റ്റഡി ചെയ്യണം എന്നുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്താൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വർക്കൗട്ട് ബാച്ചിൽ എക്സാംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും കഴിയില്ലല്ലോ.
കുറേ കൺസേൺസ് ഉണ്ട് കേട്ടോ. ഇനിയുള്ള പോയിൻറ്റ്സ് ഫുള്ള് ഞാനൊന്ന് എല്ലാം പറഞ്ഞിട്ടൊന്ന് സമ്മപ്പ് ചെയ്യാം. എക്സാമിന് മുന്നേ 3 times റിവിഷൻ ആക്കണം എന്നാണ് കേട്ടത്. അപ്പോൾ 10 days കൊണ്ട് ഒരു റിവിഷൻ തീർക്കേണ്ടി വരില്ലേ? പക്ഷേ ഞാൻ മുന്നേ പഠിച്ചത് കുറേ മറക്കുന്നു. അപ്പോൾ എൻ്റെ പ്ലാൻ പോലെ ഒന്നും നടക്കുന്നു തോന്നുന്നില്ല. എന്താ ചെയ്യാം? അത് കഴിഞ്ഞ് വേറെയും കുറേ സംഭവങ്ങൾ. ആൻസർ ഷീറ്റ് എങ്ങനെ കമ്പാരിസൺ ചെയ്യണം? ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ടാണ്. ഇതെല്ലാം സമ്മപ്പ് ചെയ്യുന്നൊരു ഫാക്ടർ എങ്ങോട്ടാണ് ഇത് പോകുന്നത് ഫുള്ള് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഒരു സംഭവം പറഞ്ഞുതരാം. ബിഫോർ ദാറ്റ് അഗെയിൻ ഓരോ മൈന്യൂട്ട് പോയിൻറ്റ്സ് 3 times റിവിഷൻ ഇനി പോസിബിൾ ആവും തോന്നുന്നില്ല. ഞാൻ CA എക്സാംസിന് പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് 3 സ്റ്റേജും കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഞാനും കുറേ അഡ്വൈസ് എടുത്തിരുന്നു എൻ്റെ ഫാക്കൽറ്റീൻ്റെ അടുത്തുനിന്നും ക്ലിയർ ചെയ്ത ആൾക്കാരുടെ അടുത്തുനിന്നും. എന്നോട് എൻ്റെ പല ഫാക്കൽറ്റിയും പറഞ്ഞിരുന്നു 3 റൗണ്ട് റിവിഷൻ ചെയ്യണം എന്നുള്ളതാണ്. പഠിക്കുന്ന സമയത്ത് I was 100% ഷുവർ എന്നെ കൊണ്ട് പറ്റൂല എന്നുള്ളത് ഉറപ്പേന്ന്. ബട്ട് ദ തിങ് ഈസ് ഞാൻ ഗിവ് അപ്പ് ചെയ്യാൻ നിന്നില്ല, ട്രൈ ചെയ്ത്. ആൻഡ് വാട്ട് ഹാപ്പൻഡ് വാസ് ചില സബ്ജക്ട്സ് എനിക്ക് 2 റൗണ്ട് റിവിഷൻ ചെയ്യാൻ പറ്റി, ചില സബ്ജക്ട്സ് ഒറ്റ റൗണ്ട് റിവിഷൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, ചില സബ്ജക്ട്സ് റിവിഷൻ പോലും ചെയ്യാൻ പറ്റിയിട്ടില്ലെന്ന്. നൗ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പറയാറുണ്ട് അറ്റ്ലീസ്റ്റ് 2 റൗണ്ട് റിവിഷൻ ചെയ്യണം എന്നുള്ളത്, 3 attempt RTP ചെയ്യണം എന്നുള്ളത്. നമ്മൾ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആവാൻ വേണ്ടിയുള്ള ഫാക്ടേഴ്സ് പറയണം. അല്ലാതെ വി ആർ നോട്ട് സെയിങ് ദാറ്റ് 3 റൗണ്ട് റിവിഷൻ ചെയ്യാത്തടത്തോളം കാലം നിങ്ങൾ ക്ലിയർ ആവില്ല എന്നല്ല നമ്മൾ പറഞ്ഞത്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബോത്ത്. നിങ്ങളൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് ടാർഗറ്റ് സെറ്റ് ചെയ്ത് സോ ദാറ്റ് അറ്റ്ലീസ്റ്റ് അതിന് ക്ലോസ് ആവാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. അല്ലാതെ ഇവിടെ ഉള്ള ഒരു ഫാക്ടർ എന്താ പറയുക, ഞാൻ ഇതിൻ്റെ എല്ലാം സമ്മറി ഇത് എങ്ങോട്ടാണ് പോകണം എന്നുള്ള സംഭവം പറഞ്ഞുതരാം. സക്സസ് അച്ചീവ് ചെയ്യണോ, സ്ട്രഗിൾ ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ വലിയ രസം ഉണ്ടാവില്ല. നമുക്ക് ഓട്ടോമാറ്റിക്കലി കുറേ ഫാക്ടേഴ്സ് നമ്മൾ മിസ് ചെയ്യാൻ തുടങ്ങും. ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോകൽ, അല്ലെങ്കിൽ ചിലപ്പോൾ മൂവീസ് വാച്ച് ചെയ്യുക, അങ്ങനെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതൊരു ഫൈറ്റാണ്. നമ്മളെ മൈൻഡും നമ്മളെ കരിയർ അച്ചീവ് ചെയ്യാനുള്ള, നമ്മളെ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള സംഭവം തമ്മിലുള്ള ഫൈറ്റാണിത്. നമ്മൾ മൈൻഡ് ഇങ്ങനെ ഒരു സൈഡിൽ നമുക്കറിയാം നമ്മൾ ആ ഒരു കംപ്ലീറ്റ് അൾട്ടിമേറ്റ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആവണം, കരിയർ അച്ചീവ് ചെയ്യണം. വി ഹാവ് ടു മേക്ക് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ നമുക്കൊന്ന് പ്രൗഡ് ആക്കണം, സ്റ്റാർട്ടിങ് വിത്ത് അവർ പാരൻസ്. അറ്റ് ദ സെയിം ടൈം അതിനുള്ള സ്ട്രഗിൾസ് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് ഇങ്ങനെ നമ്മൾ ഡീവിയേറ്റ് ചെയ്തിട്ട് കുറച്ച് ഈസി ഗോയിങ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകാൻ നോക്കും നമ്മുടെ മൈൻഡ്. അതിൻ്റെ ഇടയിൽ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ എല്ലാ സാധനവും നമ്മുടെ മൈൻഡ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അറ്റ് ദ സെയിം ടൈം നമ്മളെ ഗോൾ പെർസ്യൂ ചെയ്യുക, CA ആവണം, അത് സ്കിപ്പ് ചെയ്യാൻ നമുക്ക് തോന്നില്ല. അപ്പോൾ നമ്മുടെ മൈൻഡിന് നമ്മളെ പറ്റിക്കാൻ പറ്റിയ ഏറ്റവും ഈസിയസ്റ്റ് ഓപ്ഷൻ ഇസ് എടാ ഈ അറ്റംപ്റ്റ് വേണ്ടടാ, 1 മാസമേ ഉള്ളൂ, കംപ്ലീറ്റ് ആവില്ല, അടുത്ത അറ്റംപ്റ്റ് നോക്കുകയാണെങ്കിൽ മേ ബി ഒരു 4-5 മാസം കിട്ടും, അതിന് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും, അങ്ങനെ ആക്കാൻ പറ്റും. അങ്ങനെ വി ആർ നോട്ട് ഡ്രോപ്പിംഗ് ദ കോഴ്സ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ജാനുവരി അറ്റംപ്റ്റ് എഴുതും വേണ്ട, ഏറ്റവും ഈസിയസ്റ്റ് ഓപ്ഷൻ നമുക്ക് ഡെഫർ ചെയ്യുക. സോ ദാറ്റ് നമ്മളെ തന്നെ കൺവിൻസ് ചെയ്യാൻ നമുക്ക് തോന്നും ആക്ച്വലി ഇത് പറ്റിക്കുകയാണ്. ആസ്ക് യുവർ സെൽഫ്, നിങ്ങൾ വാട്ട് വുഡ് യു ഡു? ഇത്രയും പ്രോബ്ലംസ് ഉണ്ട്, ശരി സമ്മതിച്ച്, വോളിയം വാസ്റ്റാണ്, പഠിച്ചത് മറന്നു പോകുന്നുണ്ട്. ഞാനിപ്പോൾ ഏകദേശം 10-12-13 കൊല്ലമായി ടീച്ചിങ് ഫീൽഡിലായിട്ട്. ഇതുവരെ ആയിട്ട് ഒരു 100% സാറ്റിസ്ഫാക്ഷനിൽ എക്സാം എഴുതാൻ പോയ സ്റ്റുഡൻസിനെ ഞാൻ കണ്ടിട്ടുണ്ടോ? റെയർലി. യെസ് ഉണ്ട്, റെയർലി. ബാക്കി ഭൂരിഭാഗം ആൾക്കാരും അവർക്കൊരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല. ഐ ക്യാൻ ഗ്യാരണ്ടി യു, ജാനുവരി എഴുതാതെ നിങ്ങൾ മെയ്യും വിട്ടോടി സെപ്റ്റംബർ എഴുതാമെന്ന് പറഞ്ഞാൽ വരെ നിങ്ങൾക്ക് 100% സാറ്റിസ്ഫാക്ഷൻ CA എക്സാംസ് എഴുതാൻ പറ്റുന്ന സിറ്റുവേഷൻ അപൂർവമാണ്. ഓരോ അറ്റംപ്റ്റ് കഴിയും തോറും നിങ്ങൾ എഫിഷ്യൻസി കുറയുള്ളൂ. നിങ്ങൾക്ക് ആ സബ്ജക്ട്സിനോടുള്ള മടുപ്പ് വരാനാണ് തുടങ്ങുക, നിങ്ങളെ സറൗണ്ടിങ്സ് മാറും. ഇപ്പോൾ മേ ബി നിങ്ങളെ സപ്പോർട്ടിൽ നിൽക്കുന്ന ആൾക്കാർ വരെ നിങ്ങളെ ഡൗട്ട് അടിക്കാൻ തുടങ്ങും, ഇതുവരെ കിട്ടി തുടങ്ങിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പ്രഷേഴ്സ് വരാൻ തുടങ്ങും. ഐ ഹാവ് ബീൻ ഇൻ ദിസ് ഫീൽഡ്. എന്നോട് കുറേ പേര് അഡ്വൈസ് ചോദിക്കാറുണ്ട്, ഇൻക്ലൂഡിങ് അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, 40+, 50+ ആയിട്ടുള്ള ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് അവർ പല ഈവൻ ഗൾഫ് കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവരെ ഇത് ഡ്രോപ്പ് ചെയ്തിട്ട് ജോബ് ഒഴിവാക്കിയിട്ട് തിരിച്ച് CAക്ക് ജോയിൻ ചെയ്തത് കംപ്ലീറ്റ് ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹം പറഞ്ഞ ആൾക്കാർ. ബിക്കോസ് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അവരെ ജൂനിയേഴ്സ്, കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന ജൂനിയേഴ്സ്, ഫ്രഷേഴ്സ് അവരെക്കാൾ പ്രൊമോഷൻ കിട്ടി കയറി പോവുകയാണ്. എന്നാൽ ഇവർ എത്ര വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നോളജ് ഒരു പക്ഷേ ഈ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാണ് ഉണ്ടാവുക, പക്ഷേ ക്വാളിഫിക്കേഷൻ ഇല്ലാന്നുള്ള ഫാക്ടർ കാരണം അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ പണ്ട് ചെയ്തിരുന്ന ഈ കോഴ്സിൻ്റെ വാല്യൂ ഇപ്പോൾ അവർക്ക് റിയലൈസ് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ അവർക്ക് ഇതിലേക്ക് തിരിച്ചു വരണം. ദിസ് ഈസ് ഒരു സൈഡിൽ കുറച്ച് ആൾക്കാർ ഹു നോ വെരി വെൽ ദ വാല്യൂ ഓഫ് ദിസ് കോഴ്സ്. അവരെ ഓപ്പർച്യൂണിറ്റി കോഴ്സ് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ജോബ് ഒഴിവാക്കി, വിച്ച് മീൻസ് ഏർണിങ്സ് നിൽക്കും, അവർക്ക് ഓൾറെഡി ഫാമിലി ഉണ്ട്, കുട്ടികളുണ്ട്, ഇതെല്ലാം ഓക്കെ എന്നാലും വേർത്ത് ആണെന്ന് റിയലൈസ് ചെയ്തിട്ട് വരുന്ന ആൾക്കാർ. ഇപ്പുറത്തെ സൈഡിൽ ഒരു പണിയില്ലാതെ നമ്മൾ നിൽക്കുകയാണ്. നമ്മൾ പാരൻസ് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്നുണ്ട്, സപ്പോർട്ടുണ്ട്, കാര്യങ്ങളുണ്ട്. മേ ബി നമ്മൾ കംഫർട്ട് സോണിൽ കുറച്ച് വല്ലാതെ ആയതുകൊണ്ട് നമുക്കിപ്പോൾ എഫേർട്ട് ഇടാൻ പറ്റുന്നില്ല. ഓർ മേ ബി നമ്മൾ സ്കൂളിലും കോളേജിലും നമ്മൾ പഠിച്ച് നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ സക്സസ് അച്ചീവ് ചെയ്തിരുന്നു, അവിടേക്ക് നമ്മൾ മാർക്ക് സ്കോർ ചെയ്തിരുന്നു,
ആ പാറ്റേൺ നമ്മളിവിടെ ട്രൈ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇവിടെ വർക്ക് ലോഡ് കൂടുതലാണ്, നമ്മൾക്കൊണ്ടത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ സ്കൂളിലോ കോളേജിലോ കിട്ടിയ അച്ചീവ്മെൻറ്റിൻ്റെ വാല്യൂ അല്ല നിങ്ങൾക്ക് CA കിട്ടിക്കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും വാല്യൂള്ള സാധനം അച്ചീവ് ചെയ്യാൻ പോകുകയാണെങ്കിൽ ഇറ്റ് കംസ് വിത്ത് ഇറ്റ്സ് ഓൺ സ്ട്രഗിൾസ്. ബട്ട് ഐ ക്യാൻ ഗ്യാരണ്ടി യു, ഇൻഷാല്ലാ നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ സ്ട്രഗിൾസ് നിങ്ങൾ ബാക്കിലേക്ക് നോക്കുമ്പോൾ യു വുഡ് ഡെഫിനറ്റ്ലി സേ ഇറ്റ് ഈസ് വർത്ത് ഇറ്റ്. ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി വർത്ത് ഇറ്റ്. എങ്ങനെ ഓരോ ഫാക്ടേഴ്സ് അഡ്രസ്സ് ചെയ്യാൻ പറ്റും? നിങ്ങൾ സബ്ജക്ട്സിൽ വീക്ക് ആണെങ്കിൽ ഗെറ്റ് ഹെൽപ്പ്, സീക്ക് ഹെൽപ്പ്. നിങ്ങളെ ഫാക്കൽറ്റീനെ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ വേറെ കുറേ സ്റ്റുഡൻസ് എല്ലാവരും ഡിസ്കസ് ചെയ്തതിൻ്റെ സമ്മപ്പ് ഇവിടെ ഇത് പറയാം കേട്ടോ. അതായത് അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വന്ന കുറച്ച് മെസ്സേജസ്, ഡിസംബർ മന്തിൽ ടീച്ചേഴ്സ് ബിസി ആകുമെന്ന് പറഞ്ഞിരുന്നു, നമ്മളെ വിളിക്കരുത്, മെസ്സേജ് അയക്കരുത് പറഞ്ഞിരുന്നു. നിങ്ങളുടെ ടീച്ചറിന് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഗോ ഫോർ സം അതർ സൊല്യൂഷൻ. വൈ നിങ്ങൾ ആ ടീച്ചർ അവൈലബിൾ അല്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നത്? ഞാനൊക്കെ പഠിച്ച് പാസ്സാകുന്ന സമയത്ത് നമുക്ക് ഇത്രയും റിസോഴ്സസ് പോലും ഇല്ലായിരുന്നു. ഇപ്പോൾ യൂട്യൂബിൽ ക്ലാസ്സസ് അവൈലബിൾ ആണ്, ഫ്രീ സെഷൻസ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്, ഡൗട്ട് ക്ലിയറിങ് കമ്മ്യൂണിറ്റീസ് ഒരുപാട് അവൈലബിൾ ആണ്. ഇങ്ങനെയൊക്കെ റിസോഴ്സസ് തപ്പിപ്പോയാൽ കിട്ടുമടാ. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അഗെയിൻ വന്ന വേറൊരു മെസ്സേജ് ആയിരുന്നു, മാരത്തോൺ വീഡിയോസൊക്കെ വേസ്റ്റ് ആണ് എന്നിട്ട് ചില ഫ്രണ്ട്സ് പറഞ്ഞു, അതിലൊക്കെ ഷോർട്ട് കട്ട് മെത്തേഡൊന്നും CAയിൽ വർക്ക് ആവില്ല. ഞാൻ പറഞ്ഞു, അതായത് നമ്മൾ മൈൻഡിൽ ഓൾറെഡി നമ്മളൊരു ലേസിനെസ് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നെഗറ്റീവ് എനർജി ഫുള്ള് ഗ്രാസ്പ് ചെയ്യുള്ളൂ. ഒപ്പീനിയൻസ് പറയാൻ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. ആ ഒപ്പീനിയൻ പറഞ്ഞു തരുന്ന ആൾക്കാരോട് എന്നാൽ പിന്നെ സൊല്യൂഷൻ എന്താണെന്നുള്ളത് ചോദിക്കുക. ഓക്കെ, ഇഫ് മാരത്തോൺ വീഡിയോ വേസ്റ്റ് ആണെങ്കിൽ വാട്ട് അതർ ദാൻ ദിസ്? ഓർ അവർ ചിലപ്പോൾ നിങ്ങൾക്ക് ഒപ്പീനിയൻ പറഞ്ഞു തരുന്നത് നല്ല ഇൻറ്റൻഷനിലായിരിക്കും. നിങ്ങൾ ആ നല്ല ഇൻറ്റൻഷൻ അല്ല ക്യാച്ച് ചെയ്യണം, നിങ്ങളല്ല നെഗറ്റീവ് ആസ്പെക്റ്റ് മാത്രമേ. ഞാനിപ്പോൾ എന്തൊക്കെ ഇവിടെ പറയാൻ നോക്കിക്കഴിഞ്ഞാലും ചിലപ്പോൾ നിങ്ങളെ മൈൻഡ് നിങ്ങളൊരു സാധനം കൺവിൻസ് ചെയ്ത് നിങ്ങൾ അതിൻ്റെ പിന്നാലെ പോവുള്ളൂ. ചോയ്സസ് നിങ്ങൾക്കൊരു റെലവൻറ്റ് റീസൺ ഇല്ലാതെ ജാനുവരി അറ്റംപ്റ്റ് സ്കിപ്പ് ചെയ്യരുത്. ഡോണ്ട് ഈവൻ തിങ്ക് അബൌട്ട് മെയ് അറ്റംപ്റ്റ് എക്സാം. വെൻ ഐ ടോക്ക് അബൌട്ട് റെലവൻറ്റ് റീസൺ, ഐ എം ടോക്കിംഗ് അബൌട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അത്രയും സീരിയസ് ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ അത്രയും സീരിയസ് ഹെൽത്ത് ഇഷ്യൂസ്. വേറൊരു തേങ്ങ ഞാനിവിടെ റെലവൻറ്റ് റീസൺ ആയിട്ട് ഞാൻ ഇവിടെ ട്രീറ്റ് ചെയ്യുന്നില്ല. ഈവൻ ഇഫ് നിങ്ങളിതുവരെ ഒരു സ്റ്റഡീസും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഒന്നും തുടങ്ങിയിട്ടില്ല, സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങുകയാണെങ്കിലും 1 month ഇസ് മോർ ദാൻ സഫീഷ്യൻറ്റ്. ഒരു CA ഇൻ്ററിൽ ഒരു ഗ്രൂപ്പിൽ 3 പേപ്പറാണ്. ചില പേപ്പേഴ്സ് ഓൺ ആൻ ആവറേജ് 15 ദിവസമാണ് നമുക്ക് ക്ലാസ് ഉണ്ടാവുക, ആവറേജ്. അതും നമ്മളെ ബാക്കി സ്റ്റുഡൻസായിട്ടുള്ള ഇൻട്രാക്ഷനും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചാൽ അപ്പോൾ എങ്ങനെ തട്ടിക്കൂട്ടി നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഒരു ഗ്രൂപ്പിലെ സബ്ജക്ട്സ് എങ്കിലും നമുക്ക് 100% പെർഫെക്ഷൻ വേണം നമ്മളിവിടെ പറയണില്ല. പാസ്സാവാനുള്ള സാധനം ഉണ്ടാക്കാനുള്ളത് അതിൽ സഫീഷ്യൻ്റ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് വേറെ എന്തൊക്കെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ സറൗണ്ടിങ്ങിലുണ്ട്, വർക്ക് ലോഡ് ഉണ്ട്, പ്രഷർ ഉണ്ട്, എന്തൊക്കെയാണെങ്കിലും ഒരു പേപ്പറിന് എക്സാംഷൻ അടിക്കാൻ ഇഷ്ടം പോലെ ടൈം ഇപ്പോഴും ബാക്കിയുണ്ട്. ഓർ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പഠിച്ചത് ഓർമ്മയില്ല, അങ്ങനത്തെ ഫാക്ടേഴ്സൊക്കെ ആണെങ്കിൽ ഇപ്പോഴും ബോത്ത് ഗ്രൂപ്പ് ക്ലിയർ ചെയ്യാനുള്ള ടൈമുണ്ട്. ഐ എം ടോക്കിംഗ് ദിസ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിൽ മാത്രം സംസാരിച്ചാൽ ശരിയാവില്ല. ഞാൻ കണ്ടക്ട് ചെയ്ത സക്സസ് സ്റ്റോറീസ് കണ്ടക്ട് ചെയ്ത ഒരുപാട് സ്റ്റുഡൻസായിട്ട് ഡിസ്കസ് ചെയ്ത വീഡിയോസിൻ്റെ ബേസിസിൽ അതൊക്കെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഭൂരിഭാഗം ആൾക്കാരും പറഞ്ഞിട്ടുള്ളത് അവർ എക്സാമിന് മുന്നേ പൊട്ടുമെന്ന് വിചാരിച്ചതായിരുന്നു, എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ പൊട്ടുമെന്ന് വിചാരിച്ചതായിരുന്നു, റിസൾട്ട് വന്നപ്പോൾ പാസ്സായി. വിച്ച് ഷോസ് ദാറ്റ് നമ്മൾ ICN എന്തോ ഹൈ ലെവലിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. നമ്മളെ ഫെയിലാക്കാനായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ICN എന്നുള്ളത്. പലപ്പോഴും നമ്മൾ പെർഫോം ചെയ്തിട്ടില്ല എന്ന് തോന്നിയ പേപ്പേഴ്സിൽ വരെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്, നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് പാസ്സായി കഴിയുമ്പോൾ സ്റ്റുഡൻസിന് മനസ്സിലാവണം, ഇത് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. പല സ്റ്റുഡൻസും ഫെയിലാവും, പക്ഷേ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടി. ആൻഡ് ദെൻ ദേ റിയലൈസ് ദാറ്റ് ഇത് നോക്കിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ എന്നുള്ളത്. നിങ്ങൾക്ക് ആ റിയലൈസേഷൻ എത്ര നേരത്തെ വരുന്നോ അത്രയും ബെറ്ററാണ്. ആൻഡ് ഇഫ് സ്റ്റിൽ യു ആർ നോട്ട് കൺവിൻസ്ഡ് ആൻഡ് യു ആർ കൺവിൻസ്ഡ് അബൌട്ട് യുവർ മൈൻഡ് ദാറ്റ് നിങ്ങൾക്ക് മെയ്യിൽ എഴുതാം, ജാനുവരി എഴുതണ്ട, ഒരു ബ്രദർ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങൾക്ക് ഒരു ഒപ്പീനിയൻ പറഞ്ഞു തരാണ്. അത് ഐ മൈറ്റ് സേ ഇറ്റ് സ്ട്രേറ്റ് ഫോർവേഡ്, നിങ്ങൾക്ക് ഹേർട്ട് ആവോ ഇല്ല എന്നുള്ള അങ്ങനെയല്ല. ഐ എം സെയിങ് ഓപ്പൺലി സെയിങ് ഇറ്റ്. കോഴ്സ് ഡ്രോപ്പ് ചെയ്തോളി, ടൈം വേസ്റ്റ് ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങളെ പാരൻസിൻ്റെ എക്സ്പെക്റ്റേഷനും അവരെ ക്യാഷും ഫണ്ടും ഒന്നും വേസ്റ്റ് ചെയ്യാൻ നിൽക്കണ്ട. ഗോ പെർസ്യൂ സംതിങ് വിച്ച് ഇസ് വെരി ഈസി ടു അച്ചീവ്. ബട്ട് മേക്ക് ഷുവർ ലോങ് റണ്ണിൽ നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ ലൈഫിൽ ബാക്കിൽ നോക്കുമ്പോൾ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യില്ല എന്നുള്ളത്. ഞാൻ അന്നത് കംപ്ലീറ്റ് ചെയ്താൽ മതിയായിരുന്നു. യെസ്, എഫേർട്ട് ഉണ്ടായിരുന്നു, ബട്ട് ഇന്ന് ഞാൻ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്നത് അന്നൊരു പക്ഷേ ഞാൻ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇത്ര സ്ട്രഗിൾസ് ഉണ്ടാവില്ലായിരുന്നു. ആ റിഗ്രറ്റ് വരാൻ പാടില്ല. നിങ്ങളുടെ ലൈഫിൽ യു ഹാവ് ആൻ ഓപ്ഷൻ, പ്ലാൻ ബി. ഇത്ര എഫേർട്ട് ഇടാതെ ഇത്ര വാല്യൂ കിട്ടാവുന്ന എന്തെങ്കിലും പ്ലാൻ ബി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ്. ആ പ്ലാൻ ബി ഒന്നുമില്ല, ജെന്വിൻ റീസൺസും ഇല്ല, മടിയാണെങ്കിൽ ഐ എം ഓപ്പൺലി സേയിങ് നിങ്ങൾ ഇത് ഡെഫർ ചെയ്യുക എന്നുള്ളതല്ല. നിങ്ങൾക്ക് സംഭവം യു അണ്ടർസ്റ്റുഡ് വാട്ട് ഐ വാണ്ടഡ് ടു സേ എന്നുള്ളത്. എൻ്റെ തന്നെ കുറച്ച് കൊളീഗ്സിൻ്റെ വീഡിയോസ് ഐ വുഡ് ജസ്റ്റ് ലൈക്ക് ടു സം അപ്പ് വിത്ത് ദാറ്റ്. മോട്ടിവേഷണൽ വീഡിയോ ഇട്ടിരുന്നു. അൽത്താഫ് തൂവ് സാർ, ടാക്സ് ഫാക്കൽറ്റി സാറ്
ഇൻസ്റ്റാ വീഡിയോയിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇൻഷാല്ലാ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്ത് തരാം. ആളെ ലൈഫ് ബിഫോർ ഹി വാസ് എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ആളെ ലൈഫും ആളെ ഫാമിലി സിറ്റുവേഷൻ എന്തായിരുന്നു എന്നുള്ളതും CA ആയി കഴിഞ്ഞപ്പോൾ ഉമ്മ വരെ പണിക്ക് പോയിരുന്നു, അത്യാവശ്യം സ്ട്രഗിൾ ചെയ്ത പേഴ്സൺ ആയിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാ ലൈക്ക് അവരുടെ ഫാമിലി വരെ ഒരു ഫാമിലിയിൽ നിന്ന് ഒരാൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയപ്പോൾ അവരുടെ ഫാമിലിയിൽ വന്ന ട്രാൻസ്ഫോർമേഷനാണ്. ഇതേമാതിരി ഹസ്കർ സാറ് ഇൻസിഡൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടാക്സി ഓടിക്കാൻ, ഊബർ ഓടിക്കാനൊക്കെ പോയിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു, ഫിനാൻസിന് വേണ്ടിയിട്ട് വേറെ പല ഡെലിവറി ജോബ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ദീസ് ആർ ജസ്റ്റ് ഇൻസ്റ്റൻസസ് വിച്ച് നിങ്ങൾക്ക് റെഡിലി വീഡിയോ അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്ത സ്റ്റോറീസ് മാത്രം. എനിക്കറിയുന്ന ഇഷ്ടം പോലെ സ്റ്റോറീസ് ഉണ്ട്. എൻ്റെ സ്റ്റുഡൻസിൻ്റെ വരെ CA ആയി കഴിഞ്ഞപ്പോൾ അവരുടെ ലൈഫിലുണ്ടായ ട്രാൻസ്ഫോർമേഷൻ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി വർത്ത് ഇറ്റ്. നമ്മൾ ഈ കാലത്ത് എല്ലാവരും സീക്കുന്നത് ഓപ്പർച്യൂണിറ്റിയാണ്. ഐ വുഡൻ സേ നിങ്ങൾ CA ആയി കഴിഞ്ഞാൽ ഓക്കെ എവറിത്തിങ് ഈസ് ഈസി, നിങ്ങൾ വെറുതെ ഒരു സ്ഥലത്ത് കാമായിട്ടിരുന്ന് നിങ്ങൾക്ക് പൈസ അങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നല്ല ഞാൻ പറയുന്നത്. ഇൻഡസ്ട്രി ഡൈവേഴ്സാണ്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. CA നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് തുറന്നു തരും, കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ എളുപ്പമാക്കി തരും. ഞാനും അപ്പുറത്തൊരാളും, ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്, ആൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് അല്ല. ഈവൻ ഇഫ് ആൾ എന്നെക്കാളും സ്കിൽഡ് ആണ്, ടാലൻറ്റഡ് ആണ്, ഓപ്പർച്യൂണിറ്റി എനിക്ക് എൻ്റെ ടാലൻ്റ് ഉണ്ട് എന്ന് ഷോക്കേസ് ചെയ്യാനുള്ളൊരു ചാൻസ് ഞങ്ങൾ രണ്ടുപേരും ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എനിക്കിത് ഈസിലി അവൈലബിൾ ആണ്. ജസ്റ്റ് ബിക്കോസ് ഐ എം എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ദാറ്റ് ഈസ് വാട്ട് ഐ എം സ്പീക്കിംഗ് അബൌട്ട്. സോ മേക്ക് എൻ ആപ്പ് ചോയ്സ് ആൻഡ് ഇഫ് യു ചൂസ് ടു ഓക്കെ ഡെഫിനറ്റ്ലി വേണ്ട, ഡെഫർ ചെയ്യേണ്ട, ജാനുവരി എഴുതി നോക്കാം ഇൻഷാല്ലാ, ഡെഫിനറ്റ്ലി എഴുതി നോക്കാം. ഇനി എന്ത് ചെയ്യണം, കൺഫ്യൂസ്ഡ് ആണ്, നമുക്ക് ഗൈഡ് ചെയ്യാം ഇൻഷാല്ലാ. സ്റ്റാർട്ടിങ് വിത്ത് എൻ്റെ പേപ്പർ, ലോ പേപ്പർ ഞാൻ ഡൗട്ട് ക്ലിയറിംഗ് കമ്മ്യൂണിറ്റി ഇപ്പോൾ ഒരുപാട് കാലമായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ജാനുവരി അറ്റംപ്റ്റിലേക്കും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്ത് തരാം. ഫൗണ്ടേഷനുണ്ട്, ഇൻ്റർമീഡിയറ്റിനുണ്ട്. അതിൽ ഡെയിലി ബേസിസിൽ സ്റ്റുഡൻസ് ചോദിക്കുന്ന ഡൗട്ട്സ് നമ്മൾ അതിലെങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട്. ഓരോന്ന് ഞാൻ ഷെയർ ചെയ്യുമ്പോഴും അതിൽ ടോപ്പിക് ഞാൻ ടൈപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് ഈ സെക്ഷനാണ്, ഈ ടോപ്പിക്കാണ്. സോ ദാറ്റ് ഫ്യൂച്ചറിൽ നിങ്ങൾക്കിപ്പോൾ പഴയ ഒരു ചാറ്റിൽ ജസ്റ്റ് അതിൽ കയറി സെർച്ച് അടിച്ച് നോക്കിയാൽ ആ ടോപ്പിക്കിൻ്റെ ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ബിസൈഡ്സ് ദാറ്റ് ലോ പേപ്പറിന് ഞാൻ ഓൾമോസ്റ്റ് എത്രയോ വർഷങ്ങളായിട്ട് RTP ഡിസ്കഷൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്, അമെൻമെൻറ്റ് വീഡിയോസ് ചെയ്യുന്നുണ്ട്. ലോയിൽ നമുക്ക് ഈ അറ്റംപ്റ്റും കഴിഞ്ഞ അറ്റംപ്റ്റും അമെൻമെൻ്റ് ഒന്നും വന്നിട്ടില്ല, പിന്നെ നോക്കാനുള്ളത് RTP ആണ്. ഇതേമാതിരി എത്രയോ ഫാക്കൽറ്റിയുടെ മറ്റ് സബ്ജക്ട്സിന് അവൈലബിൾ ആണ്. ഞാൻ എൻ്റെ ഈ കമ്മ്യൂണിറ്റിയിൽ തന്നെ മറ്റ് ഫാക്കൽറ്റിയുടെ എന്തൊക്കെ സെഷൻസ് വരുന്നുണ്ട് അതിൻ്റെ അപ്ഡേറ്റ്സും ഞാൻ ഇടുന്നുണ്ട്. യു റെഡി ടു അച്ചീവ് സംതിങ്, നിങ്ങളുടെ മുന്നിൽ ഡോർസ് ഓപ്പൺ ആയി വരും. ആൻഡ് ടൈം 1 month, ട്രസ്റ്റ് മീ, മോർ ദൻ സഫീഷ്യൻറ്റ് ടൈമാണ്. കാരണം ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് സീരിയസ് ആയിട്ട് പഠിക്കുന്ന സ്റ്റുഡൻറ്റിന് ഒരു മന്തോ വീക്കോ ഡേയോ അല്ല അവർ കാൽക്കുലേറ്റ് ചെയ്യുക, അവർ ഓരോ മിനിറ്റാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓരോ മിനിറ്റിൻ്റെ വാല്യൂ എന്താ അവർക്ക് നല്ലോണം അറിയും. ആകെ ഫോക്കസ് ചെയ്യാനുള്ളത് ഡിസ്ട്രാക്ഷൻസ് മാറ്റി വെക്കുക. നിങ്ങളെ ആ ഗോൾ ഇൻഷാല്ലാ ജാനുവരി ക്ലിയർ ചെയ്യണം എന്നുള്ള നിങ്ങളുടെ ഗോൾ, അത് കിട്ടുക തന്നെ ചെയ്യും. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്.